ശ്രീ ഡി അജയകുമാർ പരിഷ്കാരങ്ങളെ കണ്ണടച്ച് എതിർക്കുമ്പോഴും മാറാതെ തരമില്ല എന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. എന്താണ് നിങ്ങളുടെ നിലപാട്? KSRTCയെ നന്നാക്കുന്നതിനോ തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടോ വരുന്ന ഒരു നയങ്ങൾക്കും എതിരെ ഞങ്ങൾ കണ്ണടച്ച് എതിർത്തിട്ടില്ല, എതിർക്കുകയുമില്ല. അത് TDF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ നയമല്ല. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ, തൊഴിലാളി ദ്രോഹമായാലും ശരി, KSRTCയെ നശിപ്പിക്കത്തക്കതായിട്ടുള്ള നയങ്ങളായാലും അതിനൊക്കെ എതിരെ ഞങ്ങൾ സമരം ചെയ്തു. അതിന്റെ ഫലമായിട്ടാണ് ഈ സർക്കാരും മാനേജ്മെന്റും കൊണ്ടുവന്ന നയങ്ങൾ തെറ്റാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ നയങ്ങളൊക്കെ പാടെ മാറ്റേണ്ടി വന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ, UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കടവും ഇന്നത്തെ കടവും, അന്നുണ്ടായിരുന്ന വണ്ടികളുടെ എണ്ണം, അന്നുണ്ടായിരുന്ന വണ്ടികളുടെ വന്നുണ്ടായിരുന്ന സർവീസ്, കളക്ഷൻ, ഇതെല്ലാം വളരെ വ്യത്യസ്തമാണ്. എന്നിട്ടും തൊഴിലാളികളുടെ ആയാലും അവരുടെ ആനുകൂല്യത്തിന്റെ ആയാലും KSRTCയുടെ ആയാലും അവസ്ഥ വളരെ പരിതാപകരമാണ്. ഏറ്റവും അവസാനം ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്, ഇപ്പൊ എല്ലാവരും കൊട്ടിഘോഷിച്ച് ശബരിമലയിലേക്ക് ഒരുപാട് വണ്ടികൾ അയച്ചു, സർവീസ് നടത്തും, നല്ലതാണ്, ഞങ്ങൾ അതിനങ്ങറ്റം സഹകരിക്കുന്നു. പക്ഷേ എല്ലാ ശബരിമല സീസണുകളിലും 1000-ഓളം വണ്ടികൾ ഇറങ്ങും. ആ പുതിയ വണ്ടികൾ ശബരിമല സർവീസ് കഴിഞ്ഞ് ഡിപ്പോകളിൽ കൊടുക്കും. ആ വണ്ടികളാണ് നമ്മൾ സർവീസ് നടത്തുന്നത്. ഇപ്പോ വണ്ടികളുടെ കാലഹരണപ്പെട്ട വണ്ടികളാണ് നമ്മുടെ പമ്പ സർവീസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആ ഓടുന്ന വണ്ടികൾക്ക് വേണ്ടി ടയർ പോലും വാങ്ങാൻ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല. ഇവിടെ ഉള്ള വണ്ടികളൊക്കെ പിടിച്ച് റീജിയണൽ വർക്ക്ഷോപ്പുകളിൽ ഒതുക്കിയിട്ട് ആ വണ്ടികളുടെ ടയർ എടുത്താണ് ശബരിമല സർവീസിന് പോലും ഉപയോഗിക്കുന്നത്. അപ്പോ ഇത് നേട്ടമാണോ?